ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സൽഗുരുവരങ്കൽ നിന്ന് അൻപോടു വാക്യജ്ഞാനമുൾക്കാമ്പിൽ ഉദിച്ചിടും ത്വൽപ്രസാദത്താലപ്പോൾ കർമ്മബന്ധത്തിങ്കൽ നിന്നാശു വേർപെട്ടു ഭവചിന്മയ പദത്തിങ്കലാകന്ത ലയിച്ചിടും ത്വൽഭക്തിവിഹീനന്മാരായുള്ള ജനങ്ങൾക്കും കൽപ്പകോടികൾ കൊണ്ടു സിദ്ധിക്കയില്ലയല്ലോ വിജ്ഞാനജ്ഞാനസുഖം മോക്ഷമെന്ന് അറിഞ്ഞാലും അജ്ഞാനം നീക്കി ത്വൽബോധം മമ സിദ്ധിക്കണം. ആകയാൽ ത്വൽപാദപത്മങ്ങളിൽ സദാകാലം ആകുലം കൂടാതൊരു ഭക്തി സംഭവിക്കണം. നമസ്തേ ജഗൽപദേ നമസ്തേ രമാപദേ നമസ്തേ ദാശരഥേ നമസ്തേ സദാപദേ നമസ്തേ വേദവദേ നമസ്തേ ദേവവദേ നമസ്തേ മഗവദേ നമസ്തേ ധരാപദേ നമസ്തേ ധർമ്മപദേ നമസ്തേ സീതാപദേ നമസ്തേ കാരുണ്യാപ്തേ നമസ്തേ ചാരുമൂർത്തേ നമസ്തേ രാമ നമസ്തേ രാമചന്ദ്ര നമസ്തേ രാമ നമസ്തേ രാമഭദ്ര സന്തതം നമോസ്തുതേ ഭഗവാൻ നമസ്തുതേ ചിന്തയേ ഭവചരണാംബുജം നമസ്തുതേ സ്വർഗതിക്കായിട്ടെന്നാൽ സഞ്ചിതമായ പുണ്യം ഒക്കെ നിൻ ബാണത്തിനു തുല്യമായി ഭവിക്കണം എന്നതു കേട്ടു തെളിഞ്ഞന്നേരം ജഗന്നാഥൻ മന്ദഹാസവും ചെയ്തു ഭാർഗവനോടു ചൊന്നാൻ, സന്തോഷം പ്രാപിച്ചേ ഞാൻ നിൻ തിരുവടിയുള്ളിൽ എന്തൊന്നു ചിന്തിച്ചതെന്നാൽ അവയെല്ലാം തന്നേന്. പ്രീതി കൈകൊണ്ടു ജമദഗ്നിപുത്രനും അപ്പോൾ സാദരം ദശരഥപുത്രനോടരുൾ ചെയ്തു, ഏതാനും അനുഗ്രഹമുണ്ടെന്നേ കുറിച്ചെങ്കിൽ പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും ചേതസി സദാകാലം ഭക്തി സംഭവിക്കണം. മാധവാരഘുപതേ രാമ കാരുണ്യാംബുദേ, ഈ സ്തോത്രം മയാകൃതം ജപിച്ചിടുന്ന ഭൂമാന് ഭക്തനായി തത്വജ്ഞനായിടേണം. വിശേഷിച്ചും മൃത്യു വന്നടുക്കുമ്പോൾ ത്വൽപദാംബുജഗതി ചിത്തെ സംഭവിപ്പതിനായി അനുഗ്രഹിക്കണം. അങ്ങനെ തന്നെ എന്നു രാഘവൻ നിയോഗത്താൽ തിങ്ങിന ഭക്തി പൂണ്ടു രേണുക തനയനും സാദരം പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടു കൂപ്പി പ്രീതനായി ചെന്നു മഹേന്ദ്രാജലം പൊക്കിടിനാന്. ഭൂപതി ദശരഥൻ ദാനതി സന്തുഷ്ടനായി താപവും മകുന്നുതൻ പുത്രനാൻ രാമൻ തന്നെയും ഗാഠമായി ശ്ലേഷം ചെയ്താനന്ദാശ്രുക്കളോടും പ്രൗഢാത്മാവായ വിധിനന്ദനോടുകൂടി പുത്രന്മാരോട് പടയോടും ചെന്നയോധ്യയിൽ സ്വസ്ഥമാനസനായി വാണിടിനാൻ കീർത്തിയോടെ. ശ്രീരാമാദികൾ നിജഭാര്യമാരോടുകൂടി സൈര്യമായി രമിച്ചു വാണിടിനാരെല്ലാവരും.
വൈകുണ്ഠപുരി തന്നിൽ ശ്രീ ഭഗവതിയോടും വൈകുണ്ഠൻ വാഴും പോലെ രാഘവൻ സീതയോടും ആനന്ദമൂർത്തി മായാമാനുഷവേഷം കൈകൊണ്ട് ആനന്ദം പൂണ്ട് വസിച്ചിടിനാനനുദിനം. കേകേയനരാധിപനാകിയ യുധജിത്തും കൈകേകിതനയനെ കൂട്ടിക്കൊണ്ടങ്ങു ചൊൽവാന് ദൂതനെ അയച്ചതു കണ്ടോരു ദശരഥൻ. സോദരനായി മേവീടും ശത്രുഘ്നോടുകൂടി സാദരം ഭരതനെ പോവാനായി നിയോഗിച്ചാന് ആദരവോടും നടന്നിടിനാരവർകളും. മാതുലൻ തന്നെ കണ്ടും ഭരതശത്രുഘ്നന്മാര് മോദമുൾക്കൊണ്ടു വസിച്ചിടിനാരതു കാലം. മൈഥിലിയോടും നിജനന്ദനോടും ചേർന്ന് കൗസല്യാദേവിദാനം പരമാനന്ദം പൂണ്ടാള്. രാമലക്ഷ്മണന്മാരാം പുത്രന്മാരോടും നിജ ഭാമിനിമാരോടും ആനന്ദിച്ചു ദശരഥൻ. സാകേതപുരി തന്നിൽ സുഖിച്ചു വാണിടിനാന് പാകശാസനമരരായ വാഴും പോലെ. നിർവികാരാത്മാവായ പരമാനന്ദമൂർത്തി സർവലോകാനന്ദാർത്ഥം മനുഷ്യാകൃതി പൂണ്ടും തന്നെ മായാദേവിയാകിയ സീതയോടും ഒന്നിച്ചു വാണാൻ അയോധ്യാപുരി തന്നിലെന്നേ. ഹരേ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ബാലകാണ്ഡം സമാപ്തം.